ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീത പ്രഭാതത്തിനായി ദൈവത്തെ നന്ദിയോടുകൂടി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീത പ്രഭാതകാലം അല്പദിനങ്ങൾക്ക് ശേഷം വീണ്ടും തിരുവചനവുമായി നിങ്ങളെവരുടെ മുമ്പാകെ ആയിരിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം തന്ന സർവ്വനന്മകൾക്കുമായി ദൈവത്തെ ഞാൻ നന്ദിയോടുകൂടി സ്തോത്രം കരയേറ്റുന്നു. ദിനങ്ങൾ കൂടി കഴിഞ്ഞാൽ 2-3 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നാം ഒരു പുതിയ വർഷത്തിലേക്ക് 2025 എന്ന പുതുവർഷത്തിലേക്ക് നാം ഏവരും പ്രവേശിപ്പാൻ തക്കവണ്ണം വലിയ ആഗ്രഹത്തോടുകൂടി നാം ആയിരിക്കുന്നു. അപ്പോൾ തന്നെ നാം ഒരു കാര്യം മറന്നു പോകരുത്. 2024 എന്നുള്ളതായ ഒരു വർഷക്കാലം മുഴുവൻ സർവശക്തനായ ദൈവം തന്റെ സർവ്വ നന്മകളാലും നമ്മെ ഏവരെയും അവൻ കരുതുവാൻ, അവൻ നമ്മെ പരിപാലിപ്പാൻ തക്കവണ്ണം അവൻ നമ്മോട് സ്നേഹം കാണിച്ചു. ആ ദൈവത്തിന്റെ വിശ്വസ്തത, ആ ദൈവത്തിന്റെ കരുതൽ ഒന്ന് മാത്രമാണ് നാം ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടിയെല്ലാം നാം കടന്നു പോകേണ്ടി വന്നു. തകർന്നു പോകാമായിരുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാം മുമ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവയിലൊന്നും നാം തകർന്നു പോകാതെ വല്ലഭന്റെ ആ സ്നേഹകരം നമുക്ക് തുണയായി നിന്നു നമ്മെ ബലത്തോടെ നിർത്തിയിരിക്കുന്നു. ആ സ്നേഹത്തെ നാം മറന്നു പോകാതെ നന്ദിയുള്ള ഹൃദയത്തോടുകൂടി അവൻ ചെയ്ത വലിയ എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് അവന് നന്ദി കരയേറ്റിക്കൊണ്ട് തന്നെ പുതിയ വർഷത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയട്ടെ. പരിശുദ്ധാത്മാവ് പുതുവർഷക്കാലം നമ്മെ ഏവരെയും വളരെ സമൃദ്ധമായി തന്നെ സകലവിധ കാര്യത്തിലും നമുക്ക് വഴികാട്ടിയായി നിന്നുകൊണ്ട് നമ്മെ നടത്തുവാൻ തക്കവണ്ണം ഇടയാകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. തുടർമാനമായി നാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന തിരുവചന വേദഭാഗത്തോട് അനുബന്ധമായി തുടർമാനമായ അല്പകാര്യങ്ങൾ കൂടി ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ തക്കവണ്ണം ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്നുമായിരുന്നു. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ സ്നേഹ നിധിയായ അല്ലെങ്കിൽ നമ്മുടെ ആ നല്ല പിതാവിന്റെ ആ സ്നേഹത്തെ നാം ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായും തിരിഹിത പ്രകാരം നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനും ലോകസ്ഥാപനത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമ്മെ തിരഞ്ഞെടുപ്പാൻ തക്കവണ്ണം അവന്റെ ഇഷ്ടം നമ്മോട് അറിയിപ്പാൻ തക്കവണ്ണം അവന് നമ്മോട് കൃപ തോന്നി, കരുണ തോന്നി എന്നെല്ലാം നാം ചിന്തിച്ചു. അവയിൽ നിന്ന് പല കാര്യങ്ങളും നാം ഒരുമിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം നാം ചെയ്തുവല്ലോ. പരിശുദ്ധാത്മാവിനാൽ നാം മുദ്രയിടപ്പെട്ടവരാകുന്നു. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു ജീവിത കാര്യത്തിലും അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയിലും നാം ഏർപ്പെടരുത്. പരിശുദ്ധാത്മാവ് നമ്മോട് ആലോചന അറിയിക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കണം എന്നെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. തുടർമാനമായി 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്പകാര്യങ്ങൾ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ളതായ തിരുവചന വേദഭാഗങ്ങളിൽ നിന്നും കർത്താവ് അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്പ്പാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ഒരു വിശ്വാസി എങ്ങനെയായിരുന്നു, രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരു വിശ്വാസി ഇന്ന് എങ്ങനെയാകുന്നു എന്നുള്ളതായ കാര്യങ്ങളാണ് 1 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതിന്റെ 1 മുതൽ 3 വരെയുള്ളതായ തിരുവചന വേദഭാഗം നാം പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം ആരായിരുന്നു, വാട്ട് എ ക്രിസ്ത്യൻ വാസ്, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം എപ്രകാരം ജീവിച്ചവരായിരുന്നു എന്നുള്ളതായ കാര്യം നമുക്ക് 1 മുതൽ 3 വരെയുള്ളതായ തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. പ്രാരംഭമായി പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ ഏറെ വിശ്വസ്തരായി തന്നെ തിരുവചന കേൾവിക്കായി നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കി ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കാം. അത് ഫസ്റ്റ് 1 മുതൽ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ളതായ തിരുവചന വേദഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ കാണുന്നു, രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം എന്തായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. എൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുകയാണ്, എഫെസ്യ സഹോദരങ്ങളോടായി പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് നിങ്ങൾ അല്ലെങ്കിൽ ആ ദൈവസ്നേഹത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്നതിന് മുൻപായി നിങ്ങൾ അതിക്രമങ്ങളാലും
പാപങ്ങളാലും നിങ്ങൾ മരിച്ചവർ ആയിരുന്നു. പ്രൈസ് ഗോഡ്, സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവർ ആയിരുന്നു. ഡെഡ് ഇൻ ട്രെസ്പാസ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിക്രമങ്ങൾ എന്നുള്ളതായ പദം നാം പഠിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? ഒരുവന്റെ അവകാശത്തിന്റെ മേൽ നാം അനുവാദം കൂടാതെ പ്രവേശിക്കുന്നതായ ഒരു രീതി, ട്രെസ്പാസ്, അതിക്രമിച്ച് കയറുക, അല്ലെങ്കിൽ അനുവാദം കൂടാതെ പ്രവേശിക്കുക. മറ്റൊരു വിധത്തിൽ നാം ചിന്തിച്ചാൽ നിയമലംഘനം നടത്തുക, ചെയ്യരുത് എന്ന് പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിക്കുന്നതായ ശൈലി. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപായി നിങ്ങൾ അതിക്രമങ്ങളാൽ നിങ്ങൾ നിയമലംഘനം ചെയ്ത് ജീവിച്ചിരുന്നവർ ആയിരുന്നു. തിരുവചന വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിയമലംഘനം അവിടെ നടന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം പറഞ്ഞു, ആദാമിനോടും ഹവ്വായോടും പറഞ്ഞു. എന്താ പറഞ്ഞത്? നന്മ തിന്മകളെ കുറിച്ചുള്ളതായ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് മരണം സംഭവിക്കുമെന്ന് ദൈവം അവരോട് പറഞ്ഞതായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. യു ഷാൽ ഷുവർലി ഡൈ. നിങ്ങൾ ആ അറിവിന്റെ വൃക്ഷത്തിന്റെ, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് മരണം സംഭവിക്കും, നിങ്ങൾ മരിക്കും. യു ഷാൽ ഷുവർലി ഡൈ. പ്രൈസ് ഗോഡ്. അപ്പൊ ഡൈ എന്നുള്ള പദം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ, ഇറ്റ്സ് എ സെപ്പറേഷൻ, അല്ലേ? അതിന് നമുക്ക് എന്തർത്ഥമാക്കാം? അതിന് നമ്മൾ സ്പിരിച്വൽ സെപ്പറേഷൻ ഓർ ഫിസിക്കൽ സെപ്പറേഷൻ ഓർ എറ്റേണൽ സെപ്പറേഷൻ. പ്രൈസ് ഗോഡ്. നമുക്ക് അപ്പോൾ ഒരു സ്തോത്രം, ഒന്നിൽ നിന്ന് വേർപെടുന്നതായ ഒരവസ്ഥ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ ഈ തിരുവചന വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ഇവിടെ അർത്ഥമാക്കുന്ന എന്താ? സ്തോത്രം. ദൈവം പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളുകൾ നിങ്ങൾ മരിക്കുന്നത്. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആത്മീക മരണം, സ്പിരിച്വൽ ഡെത്ത് നിങ്ങൾ സംഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. അത് തന്നെയാണ് പ്രൈസ് ഗോഡ് 2-ാം അധ്യായത്തിന് 1-ാം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പറയുന്നത്, അതിക്രമങ്ങളാലും, സ്തോത്രം, ഹല്ലേലൂയ, പാപങ്ങളാലും നിങ്ങൾ മരിച്ചവരായിരുന്നു. പ്രൈസ് ഗോഡ്. നിയമലംഘനത്താൽ ചെയ്യരുത് എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് പറഞ്ഞതായ ദൈവിക കൽപ്പനകളെ നാം അനുസരിക്കാതെ, ദൈവിക കൽപ്പനകൾക്ക് നാം മുൻഗണന കൊടുക്കാതെ നമ്മുടെ സ്വയ ഇഷ്ടപ്രകാരം ജീവിച്ചവരായിരുന്നു നാം ഓരോരുത്തരും. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 59-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായ വചനം പറയുന്നുണ്ട്, യുവർ സിൻ ഹാവ് സെപ്പറേറ്റഡ് യു ആൻഡ് ഗോഡ്. നിന്റെ പാപം ദൈവവുമായി നിന്നെ എന്താക്കിയിരിക്കുകയാണ്? നിന്നെ വേർപെടുത്തിയിരിക്കുകയാണ്. എസ്കേലിന്റെ പ്രവചന പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. The soul that sins shall die. Praise God. Hallelujah. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്ന് പകൽക്കാലം പറയട്ടെ, അതിക്രമങ്ങളാൽ മരിച്ചിരുന്ന നമ്മെ അവന്റെ വചനത്താൽ, അവന്റെ ജീവനാൽ നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് എന്ത് തോന്നി? കരുണ തോന്നുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആത്മീക മരണം സംഭവിച്ചവരായിരുന്ന നമ്മെ ആത്മീക മരണത്തിൽ നിന്നും അവൻ രക്ഷിക്കുവാൻ, വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവന് നമ്മോട് കൃപ തോന്നി. ഹല്ലേലൂയ. സോ ഇവിടെ പറയുകയാണ്, ആദാമിനോട് പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ പറയുകയാണ്, നീ തിന്നുന്ന നാളിൽ സ്പിരിച്വൽ ഡെത്ത്, നിനക്ക് ആത്മീക മരണം നിനക്ക് അവിടെ സംഭവിക്കും. ആദാമിന്റെ ഫിസിക്കൽ ഡെത്ത് സംഭവിച്ച് നമുക്കെല്ലാവർക്കും ഒരു ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, 935 ആയുഷ്കാലം ജീവിച്ചവനായ സ്തോത്രം ആദാം, ഹല്ലേലൂയ, സ്തോത്രം, പിന്നീട് അവൻ മരിച്ചതായിട്ട് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം പഠിക്കുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അപ്പോൾ അതിക്രമങ്ങളാൽ, നിയമലംഘനത്താൽ ചെയ്യരുത്, അതിന് വിരുദ്ധമായി വിപരീതമായി പലവിധ പ്രവൃത്തികളും ചെയ്ത് ജീവിച്ചവരായിരുന്നു. അതിക്രമങ്ങളാലും, രണ്ടാമത്തെ പദം അവിടെ പറയുകയാണ് പാപങ്ങളാലും. പാപത്തിന് വലിയ പാപം, ഡെഫിനിഷൻ, അതിന് നമ്മളൊരു ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അതിനെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒറ്റ കാര്യം, മനുഷ്യന്റെ അജ്ഞത, അറിവില്ലായ്മ, സിൻ ഓഫ് ഇഗ്നറൻസ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ഗ്രഹിപ്പാൻ കഴിയാത്തതായ അവസ്ഥ. പല വ്യക്തി ജീവിതങ്ങളിലും അപ്രകാരം ഒരു തലത്തിലേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ പതറിപ്പോകുന്ന ഒരു തലത്തില് വലിയ വലിയ കാര്യം, വലിയ പാപം അവരുടെ ജീവിതത്തിൽ കടന്നു വരും. അവർ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്ത് ചെയ്യണമെന്ന് ഗ്രഹിപ്പാൻ കഴിയാത്തതായ ഒരവസ്ഥ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രണ്ടാമതായിട്ട് ഈ പാപം പറയുന്നത്, എന്തു ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞിട്ടും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥ. ഫ്രെയിലിറ്റി, ഇച്ഛാശക്തി ബലഹീനമായി പോകുന്ന ഒരവസ്ഥ. പ്രൈസ് ഗോഡ്. ആ അവസ്ഥയിലും മനുഷ്യൻ പാപം ചെയ്തു പോകുന്നു. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവമക്കളെ, ഈ രണ്ട് അവസ്ഥകളും ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ മനുഷ്യന്റെ അജ്ഞത മൂലവും എന്ത് ചെയ്യണമെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് ചെയ്യുവാൻ കഴിയാതെ ഇച്ഛാശക്തി നഷ്ടമായി മനുഷ്യൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഒരു വലിയ സമൂഹത്തിലാണ് നാമും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ ഉള്ളത്തിൽ പിശാച് പലവിധ പ്രലോഭനങ്ങളും മോഹങ്ങളും അല്ലെങ്കിൽ പലവിധ കാര്യങ്ങളും ഇട്ടുകൊടുത്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ജനം കടന്നു വരുവാൻ വേണ്ടി, അവർക്ക് വേണ്ടി ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാം എല്ലാവരും കടപ്പെട്ടവരെ. 1-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്നത് പോലെ 1-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യത്തിൽ പൗലോസ് എന്താ പ്രാർത്ഥിക്കുന്ന? നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വെളിയാലുള്ള ആശ എന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്നതെന്നും അവന്റെ വല്ലഭത്വത്തിൽ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ പാപത്തിൽ മുഴുകി ജീവിക്കുന്ന, പാപ ജീവിതവുമായി മുന്നോട്ടു പോകുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ ദൈവ കൃപയിൽ ജീവിക്കുന്ന നമുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം കഴിയണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവിടെ പറയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും, സ്തോത്രം, ഹല്ലേലൂയ, മരിച്ചവർ. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ വചനം വ്യക്തമായി പറയുന്നു നമുക്കൊരു നീതീകരണം ലഭിക്കത്തുള്ളൂ. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന നീതീകരണം. കൃപയാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ തക്കവണ്ണം, അവനെ നാഥനും രക്ഷിതാവുമായി സ്വീകരിപ്പാൻ, അംഗീകരിപ്പാൻ തക്കവണ്ണം നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് ഇന്ന് പകൽക്കാലം നന്ദിയോടുകൂടി ദൈവത്തിന് സ്തുതി കരയറ്റുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. പ്രൈസ് ഗോഡ്. അപ്പോൾ തന്നെ ഈ കൃപയിലേക്ക്, ഈ വിശ്വാസത്താൽ നീതീകരണം ലഭിക്കാതെ പാപത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. സഹജീവികൾക്ക് ദോഷം വരുത്തുന്ന ഏത് പ്രവൃത്തിയും പാപമാണ്. പ്രൈസ് ഗോഡ്. അത് പ്രത്യക്ഷമായോ പരോക്ഷമായോ ദോഷം നാം ചെയ്യുന്നുവെങ്കിൽ അത് ദൈവസന്നിധിയിൽ പാപമാകുന്നുവെന്ന് നാം ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, പുക വലിക്കരുത് അല്ലെങ്കിൽ മദ്യപിക്കരുത് എന്ന് പറയുന്നത് അത് ശരീരത്തിന് ഹാനികരമാകുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞിട്ടും അത് നിയമപരമായി അത് കുറ്റമാണ്. നാം അപ്രകാരം പുകവലിക്കുകയോ പരസ്യമായി പുകവലിക്കുകയോ പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക്
നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അത് ദോഷം വരുത്തുന്ന പ്രവൃത്തിയാണ്, കാര്യമാണെന്ന് നാം അറിഞ്ഞിട്ടും നാം അത് മനഃപൂർവ്വം ചെയ്യുന്നുവെങ്കിൽ അതെന്താണ്? അത് പാപമാണ്. അല്ല, സമൂഹത്തെ നാം എന്ത് ചെയ്യുന്നു? സമൂഹത്തെ നാം നശിപ്പിക്കുന്നു. നാം സ്വയം നശിക്കുക മാത്രമല്ല ചെയ്യുന്നത്, നാം പരോക്ഷമായി മറ്റുള്ളവരെയും കൂടി നാം എന്ത് ചെയ്യുക? നശിപ്പിക്കുക. ദൈവമക്കളെ, സ്തോത്രം. അല്ല, നാം ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തിന്റെ വചനത്തെ നാം ഉൾക്കൊണ്ടിട്ടും നാം മനഃപൂർവമായി നാം പാപം ചെയ്യുന്നുവെങ്കിൽ പ്രൈസ് ഗോഡ്, ഇനി മറ്റൊരു യാഗം നമുക്ക് മുൻപിൽ ശേഷിക്കുന്നില്ല എന്നുള്ള കാര്യം നാം വ്യക്തമായി തിരിച്ചറിയണം. പ്രൈസ് ഗോഡ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ എന്ത് കടന്നു വരുന്നു എന്നാ പറയുന്നത്? ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അനീതി കൊണ്ട് സത്യത്തെ നാം തടുക്കുന്നുവെങ്കിൽ, പ്രൈസ് ഗോഡ്. അപ്പോൾ സത്യത്തെ തിരിച്ചറിയുന്ന ദൈവമക്കൾ അനീതിയിൽ ജീവിക്കുന്നുവെങ്കിൽ അവരുടെ ഭക്തി ദൈവത്തിന്റെ മുമ്പിൽ അത് സ്വീകാര്യമല്ല, അവരുടെ പ്രാർത്ഥന ദൈവത്തിന്റെ മുമ്പിൽ സ്വീകാര്യമല്ല. അവരുടെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും എന്തുണ്ട്? ദൈവത്തിൽ നിന്ന് ഒരു സ്തോത്രം ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അഭക്തി എന്ന് പറയുമ്പോൾ ഒരു കാര്യം തിരിച്ചറിയണം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം ഇന്ന് കടന്നു വരണം. പുറപ്പാട് പുസ്തകവും ആവർത്തന പുസ്തകത്തിലേക്കും നാം കടന്നു വരുമ്പോൾ ദൈവം പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്, വിഗ്രഹം നീ ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെയും പ്രതിമ നീ ഉണ്ടാക്കരുത്, അതിനെ നീ നമസ്കരിക്കരുത്, അതിനെ നീ സേവിക്കരുത് എന്നെല്ലാം ദൈവം കൽപ്പന കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. എന്നാൽ പ്രൈസ് ഗോഡ്, ഏക സത്യ ദൈവത്തെ വിളിച്ച് വേർതിരിച്ച് നടത്തുന്ന ദൈവത്തെ, ആ ദൈവത്തിന്റെ സ്നേഹത്തെ അല്ലെങ്കിൽ അവന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ ജനം വീണ്ടും എന്ത് ചെയ്തു? അവർ അഭക്തിയിലേക്ക്, വിഗ്രഹം ഉണ്ടാക്കരുത്, അന്യദൈവത്തെ ഉണ്ടാക്കരുത്, ആരാധിക്കരുത്, മറ്റൊന്നിനെയും നിങ്ങൾ നമസ്കരിക്കരുത് എന്ന് ദൈവം കൽപ്പന കൊടുത്തിട്ടും അവരതിനെ അനുസരിക്കാതെ, ദൈവത്തെ ആരാധിക്കാതെ, ബഹുമാനിക്കാതെ അവർ വൈമുഖ്യം കാണിച്ചത് നിമിത്തം പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ ശിക്ഷയ്ക്ക് അവർ പാത്രീഭൂതരായി തീരുവാൻ ഇടയായിത്തീർന്നു. പ്രൈസ് ഗോഡ്. ഇന്നും ഈ സത്യം അറിഞ്ഞിട്ടും ദൈവത്തെ വേണ്ട വിധം ആരാധിക്കുകയോ ദൈവത്തെ സ്നേഹിക്കുകയോ ചെയ്യാത്തതായ ഒരു വലിയ കൂട്ടം സമൂഹമുണ്ട് എന്നുള്ള കാര്യം കൂടി, വലിയ കൂട്ടം ജനം ഉണ്ടെന്നുള്ള കാര്യം കൂടി നാം മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നമുക്ക് വേണ്ടി കാൽവരി ചിന്തിയ ആ തിരുരക്തത്തെ നാം മറന്ന് ജീവിക്കുന്നവരാകരുത്. രക്തത്തിന്റെ വിലയെ നാം ഓരോ ദിവസവും തിരിച്ചറിയുന്നവരായിരിക്കണം. മറ്റാരും നമുക്ക് വേണ്ടി കൊടുക്കാത്തതായ ആ വലിയ ഒരു ത്യാഗം, ആ വലിയ ഒരു സ്നേഹം കാൽവരിയിൽ ക്രിസ്തുയേശു നമുക്കായി നൽകുവാൻ തക്കവണ്ണം പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന് നശിച്ചു പോകാതെ നിത്യനരകത്തിന് നാം അല്ലെങ്കിൽ നിത്യനരകത്തിന് യോഗ്യരായി നാം പോകാതിരിക്കേണ്ടതിന് നമ്മെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം, നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, നമ്മെ നേടുവാൻ കൃപ കാണിച്ചവനെ നാം ഓരോ ദിവസവും തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും കഴിയണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് പകരം മനുഷ്യനെ ഒന്നാം സ്ഥാനത്ത് നിർത്തുവാനായിട്ട് നാം ഒരിക്കലും മുതിരരുത്. അതിനുവേണ്ടി നാം ഒരു കാര്യം ചെയ്യരുത്. നാം നമ്മുടെ സ്വയത്തിൽ ആശ്രയിക്കുന്നവരാകരുത്. ദൈവത്തിന് ഒന്നാം സ്ഥാനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്. റോമലേഖനം 1-ാം അധ്യായം പഠിക്കുമ്പോൾ
വചനം പറയുന്നുണ്ട്, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാനും ഇഷ്ടമില്ലാത്തവർ അവർ മരണയോഗ്യരെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ എന്തു ചെയ്തു? അവൻ ഉയർപ്പിച്ചു. അപ്പോൾ നമ്മൾ ആരായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു, ആത്മീക മരണം സംഭവിച്ചവരായിരുന്നു നാം എല്ലാവരും. സ്വർഗീയ അല്ലെങ്കിൽ ദൈവിക സ്പർശനം തിരിച്ചറിയുവാൻ കഴിയാതെ അന്ധത ബാധിച്ചവരായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സ്പർശന ശക്തി നഷ്ടപ്പെട്ടവരായിരുന്നു. ആത്മീക മരണം സംഭവിച്ച നമ്മെ കൃപയാൽ ദൈവിക സ്പർശനം അനുഭവിപ്പാൻ തക്കവണ്ണം, സ്വർഗീയ സ്നേഹം നഷ്ടപ്പെട്ടു പോയതായ സ്വർഗീയ സ്നേഹം അനുഭവിപ്പാൻ തക്കവണ്ണം നമ്മെ വീണ്ടെടുക്കുവാൻ, നമ്മെ തിരഞ്ഞെടുക്കുവാൻ, ആ സ്നേഹത്തിലേക്ക് നമ്മെ വീണ്ടും കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം അവർ നമ്മോട് കൃപ തോന്നി. അപ്പം മരിച്ചവർ, ആത്മീക മരണം, ദൈവിക സ്പർശനത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതായ ഒരു അനുഭവം അല്ലേ? ആത്മീക മരണം എന്താണ്? ദൈവിക സ്പർശനത്തിൽ, ദൈവിക സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നു എന്നുള്ള കാര്യം നാം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. വചനം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോടായി പറയട്ടെ, പ്രൈസ് ഗോഡ്, സ്തോത്രം. ആത്മീക മരണം സംഭവിക്കുന്ന പാപത്തിൽ നാം വീണ്ടും, അല്ലെങ്കിൽ പാപത്തോട് നാം വീണ്ടും കൂട്ടായ്മ കാണിക്കുന്നവർ ആകരുത്. പ്രൈസ് ഗോഡ്, സ്തോത്രം. അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം നമ്മെ വിളിച്ചവനെ നാം എപ്പോഴും അനുസരിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇവിടെ പറയുന്ന, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കെടിഞ്ഞ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. ആകാശത്തിലെ അധിപതി, പ്രൈസ് ഗോഡ്, മറ്റാരുമല്ല, പിശാച്. പ്രൈസ് ഗോഡ്. അപ്പൊ പിശാചിന് നാം സ്വയം സമർപ്പിച്ചവരായിരുന്നു അല്ലേ? 2-ാം വാക്യം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനനുസരിക്കേണ്ട മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനെയും അധിപതിയെ അനുസരിച്ച് നടന്നു. മക്കളെ, സ്തോത്ര, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, എന്നാൽ അനുസരണക്കേടിൽ നാം ജീവിച്ചിരുന്നപ്പോൾ നമ്മിലേക്ക് പ്രകാശം തരുവാൻ തക്കവണ്ണം, നമ്മിലൊരു പുതുജീവൻ തരുവാൻ തക്കവണ്ണം സത്യവെളിച്ചമായി ഒരുവൻ ഈ ലോകത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയെത്തിയിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപ് ലോകം മുഴുവൻ എന്താഘോഷിച്ചു? കർത്താവിൻ്റെ ജനനത്തെ, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുമ്പോൾ ലോകം പലതും ആ ജനനം, എന്തിനു വേണ്ടി അവൻ ജഡമായി, അല്ലെങ്കിൽ ജഡാവതാരം, യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരം എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതായ തിരിച്ചറിവ് ഉണ്ടായോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പല മറ്റു കാര്യങ്ങളിലും ജനമെല്ലാം വ്യാപൃതരായിരുന്നു. പ്രൈസ് ഗോഡ്. യോഹന്നാൻ 1-ന്റെ മുമ്പേ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിലുണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. പ്രൈസ് ഗോഡ്, സ്തോത്രം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലും അത് തന്നെ പറഞ്ഞിരിക്കുന്നു, കാള തന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എന്നാൽ ഇസ്രായേലോ അറിയുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ ജനം എന്നെ ഗ്രഹിക്കുന്നില്ല എന്ന് അവിടെയും നാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക്, ജഡമായി ഭൂമിയിലേക്ക് അവതരിച്ച് എന്നുള്ളതായ ആ വ്യക്തതയില്ലാതെ ഇന്നും മനുഷ്യൻ എന്തിൻ്റെയോ പുറകെയെല്ലാം ഓടിക്കൊണ്ടിരിക്കുക. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ ജനിച്ചു എന്നുള്ളതായ ഉത്ബോധ്യം, ആ സത്യം യേശുക്രിസ്തുവിന്റെ ജനത്തെ വിളിച്ചറിയിക്കുമ്പോൾ ആ സത്യത്തെ അനുസരിച്ച് ജീവിപ്പാൻ, സത്യത്തെ നമ്മുടെ ഉള്ളിൽ പ്രകാശമായി നാം ഒന്ന് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കഴിയാത്തവർക്കും അപ്രകാരം അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് മുമ്പ്
നമ്മുടെ ജീവിതം എന്തായിരുന്നു? നമ്മൾ വായിച്ചതുപോലെ, തിരുവചനത്തിൽ വായിച്ചതുപോലെ, ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിൽ അധികാരത്തിന് മനസ്സിലാക്കേണ്ട മക്കൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനും അനുസരിച്ച് നടന്നു എന്ന് പറയുമ്പോൾ ധാർഷ്ട്യം നിറഞ്ഞതായ, അഹങ്കാരം നിറഞ്ഞതായ, കീഴ്പ്പെടാനായിട്ട് ഒരുക്കമില്ലാത്ത, താഴ്മയില്ലാത്തതായ, സകലത്തെയും വെല്ലുവിളിക്കുന്നതായ നിഗളത്തിന്റെ ആത്മാവിന് അധിപതിയായ പിശാചിനെ അനുസരിച്ച് പിശാചിന്റെ പ്രവൃത്തികളെ നാം ഏറ്റെടുത്തുകൊണ്ട് അവന് സ്തോത്രം, അവന്റെ അനുയായികളായി നാം ജീവിച്ചിരുന്നു. പ്രൈസ് ഗോഡ്. ആകാശത്തിലെ അധികാരി സാത്താൻ, സകല ദുഷ്ടാത്മാക്കളുടെയും തലവൻ യേശു ക്രിസ്തു സാത്താനെ വിളിച്ചത് എന്തെന്നാ? ഈ ലോകത്തിന്റെ പ്രഭു എന്ന യേശു ക്രിസ്തു സാത്താനെ നോക്കി പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ഇടയിൽ അപ്പോസ്തലൻ നമ്മൾ അവരുടെ ഇടയിൽ ഈ ലോകത്തിൽ നാം വെറുക്കൂത്തുകളാലും മറ്റ് പലവിധ പാപ ജീവിതത്താലും നാം ജീവിച്ചിരുന്നവന്, ജഡമോഹങ്ങളിൽ നാം നടന്നവരായിരുന്നു. പ്രൈസ് ഗോഡ്. ജഡമോഹങ്ങളിൽ നാം ജീവിച്ചവരായിരുന്നു. അധികാരത്തിനു വേണ്ടി, അല്ലേ? അല്ലെങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി ജഡമോഹം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളിൽ അതുണ്ടായിരുന്നില്ലേ? അധികാരത്തിനു വേണ്ടി, പവർ ഓഫ് പൊസിഷൻ. ഇന്ന് നാം അത് ചെയ്യുന്നുണ്ടോ എന്നുകൂടി നാം ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കൃപയിൽ ജീവിക്കുമ്പോൾ തന്നെ പവർ ഓഫ് പൊസിഷൻ, അധികാരത്തിനു വേണ്ടി നാം ക്രിസ്തുവേശുവിനെ മറയാക്കിക്കൊണ്ട്, ക്രിസ്തുവേശുവിൻ്റെ പേര് മുൻപിൽ വെച്ചുകൊണ്ട് നാം ഈ പൊസിഷനെല്ലാം നേടുവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ തിരുവചനം പറയുന്നു അത് പാപമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. പ്രശസ്തിക്ക് വേണ്ടി, പോപ്പുലാരിറ്റി കിട്ടുവാൻ, മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കുവാൻ വേണ്ടി നമ്മൾ ക്രിസ്തുവിനെ മുൻപിൽ നിർത്തി നാം പല കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിൽ അതെല്ലാം പാപമാകുന്നുവെന്ന് നാം തിരിച്ചറിയണം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആയുസ് അല്പമേ ഉള്ളൂ. അല്പമുള്ളതായ ഒരായുസ് നാം വിശ്വസ്തരായി ജീവിച്ച് നാം ക്രിസ്തുവിനോട് കൂടെ മണിയറയിൽ നാം ജീവിക്കുവാൻ തക്കവണ്ണം ഉത്സാഹിക്കേണ്ടവരാണ്. അപ്പോൾ ജഡമോഹങ്ങളിൽ, പണത്തിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ അധികാരത്തിനു വേണ്ടിയുള്ള, പവർ ഓവർ വെൽത്ത്, പണം നേടാൻ വേണ്ടി, ആത്മീയ കോളത്തിലേക്ക് നോക്കിയാൽ പണം നേടുവാൻ വേണ്ടി വചനത്തെ കൈകളിലെടുക്കുന്ന, കരത്തിലെടുക്കുന്ന, അധരത്തിലെടുക്കുന്ന അനേകരെ കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികളിൽ നാം ഏർപ്പെടരുത്. ഗലാത്യലേഖനം 5-19 ആത്മാഭിലാഷത്തിന് വിരോധമായി ജഡാഭിലാഷത്തിൽ മുഴുകി ലയിച്ചു ചേർന്ന് നടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ജഡാഭിലാഷം എന്തിനു വിരോധമാ? ആത്മാവിൻ്റെ അഭിലാഷം, ആത്മാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമാണ് ജഡത്തിൻ്റെ അഭിലാഷം. അതിൽ ജീവിച്ചവരായിരുന്നു നാം. വചനം പറയുന്നു, ജഡമോഹങ്ങളിൽ നടന്നവരായ നമ്മെ ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതും ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്ന നമ്മെ, പ്രൈസ് ഗോഡ്, സ്തോത്രം, കൃപയാൽ, കരുണയാൽ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് എന്ത് തോന്നി? അവന് നമ്മോട് ഇഷ്ടം തോന്നി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ 1 മുതൽ 3 വരെയുള്ളതായ തിരുവചന വേദഭാഗം നാം പഠിക്കുമ്പോൾ നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നാം എന്തായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരായിരുന്നു. പിശാചിന് കീഴ്പ്പെട്ട് ജീവിച്ചവരായിരുന്നു. ജഡമോഹങ്ങളിൽ നാം നടന്നവരായിരുന്നു. കോപത്തിൻ്റെ, അനുസരണക്കേടിൻ്റെ സ്വഭാവമുള്ളവരായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. കൃപയാൽ നമ്മെ വീണ്ടെടുത്തവൻ, സ്നേഹത്താൽ, നിത്യസ്നേഹത്താൽ നമ്മെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം നമ്മോട് കരുണ കാണിച്ചവൻ, ഇന്ന് പകൽക്കാലവും നമ്മെ വചനത്തിൽ കൂടി
പ്രബോധിപ്പിക്കുക. നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു, എന്നാൽ എൻ്റെ സ്നേഹത്താൽ, എൻ്റെ മഹാസ്നേഹം നിമിത്തം നിങ്ങളെ ജീവിപ്പിപ്പാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ, എൻ്റെ പൈതലായി തീരുവാൻ, എൻ്റെ മകനും എൻ്റെ മകളും എൻ്റെ അവകാശിയുമായി തീരുവാൻ, ആത്മീക മർമ്മങ്ങളെ നിങ്ങളിലേക്ക് പകർന്നു തരുവാൻ തക്കവണ്ണം വിളിക്കുവാൻ എനിക്ക് നിങ്ങളോട് കൃപ തോന്നി. പ്രൈസ് ഗോഡ്. ആ ദൈവസ്നേഹത്തെ അനുഭവിക്കുന്ന നാം ഏവരും ഇന്ന് പകൽക്കാലം വീണ്ടും പാപത്തിന് നാം ഏൽപ്പിച്ചു കൊടുക്കാതെ, പിശാചിന് വിധേയപ്പെട്ട് ജീവിക്കാതെ, വചനത്തോട് ചേർന്ന് ജീവിക്കുന്ന ഒരനുഭവം നമുക്ക് ഏവർക്കും ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് നമ്മെ ഓരോ ദിവസവും ഗൈഡ് ചെയ്യുന്നത് പോലെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമ്മെ ബോധ്യം വരുത്തുവാൻ തക്കവണ്ണം അച്ചാരമായി മുദ്രയിട്ട് നമ്മിൽ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരനുഭവം നമ്മളിലേവരിലും അതുണ്ടാകട്ടെ. അതിനായി പൂർണ്ണമായി ഒരു സമർപ്പണം നാം ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചാട്ടെ. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ തുടർമാനമായി വീണ്ടും അല്പകാര്യങ്ങൾ കൂടി വരും ദിവസങ്ങളിൽ ഈ വചനത്തിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടയ്ക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല കർത്താവെ, അനുഗ്രഹീത പ്രഭാതത്തിനായി നന്ദി പറയുന്നു. വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം വചനം കേൾക്കുന്ന ഓരോ പ്രിയ സഹോദരങ്ങളെയും സ്തോത്രത്തിന്റെ സ്നേഹത്തിലേക്ക് കൂട്ടി മടക്കി ചേർക്കുവാൻ തക്കവണ്ണം നിനക്ക് അവരോട് തോന്നിയതായ വൻ കൃപയ്ക്കായിട്ട് നന്ദി. വചനം കേട്ട് എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരും ദിവസങ്ങളിൽ അവരെടുത്തതായ ആ വലിയ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് മുന്നോട്ടേക്ക് പോകുവാൻ പ്രിയപ്പെട്ടവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.